അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന ഇങ്ങനെ ജെകെയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ടീച്ചർ ഇങ്ങനെ സാധകം ചെയ്യായിരിക്കും കേട്ടോ. അത് കേട്ടുകൊണ്ട് അർച്ചന മിണ്ടാതെ നിൽക്കുകയാണ്. എന്ത് രസമാണ് കേൾക്കാനേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ടീച്ചർ അർച്ചനയെ കാണാം. ആഹാ, താൻ അവിടെ നിൽക്കുകയാണോ? വായോ, താൻ എത്ര കാലമായിട്ട് പാടിയിട്ടാണ്? ഞാനും പാടാറൊന്നുമില്ല, വായോ നമുക്ക് രണ്ടുപേർക്കും കൂടി പാടാം എന്നിങ്ങനെ പറയണ കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയണം, ഞാനൊന്നും ഇപ്പം അത് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ, ശരിയാണ്, നീ നന്നായി പാടിയിരുന്നില്ല കുട്ടിയല്ലേ, വായോ എന്ന് പറയണം. പിന്നെ ടീച്ചറുടെ അടുത്ത് പോയിട്ട് അർച്ചന ഇരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അർച്ചന ചുറ്റുപാടും നോക്കുകയാണ്. അത് കണ്ടിട്ട് ടീച്ചർ പറയും, ജെകെയാണോ നീ തിരയിക്കുന്നത്? അവൻ ഇവിടെ ഇല്ല, അവൻ പുറത്ത് പോയിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ടീച്ചറും അർച്ചനയും കൂടിയിട്ട് ഇങ്ങനെ പാടുകയാണ്. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജെകെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ജെകെ ശബ്ദമില്ലാതെ ഇങ്ങനെ നോക്കുകയാണ്. എന്ത് രസമായി പാടണമെന്ന് പെട്ടെന്ന് തന്നെ അർച്ചന കാണുകയാണ് കേട്ടോ. അതിനുശേഷം പാടിക്കോളി നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. പിന്നീട് ജെകെ ടീച്ചറെ അഭിനന്ദിക്കുകയാണ് കേട്ടോ. പാട്ട് നന്നായിട്ടുണ്ട്, ഇനിയും പാടണം ഇങ്ങനെ എന്ന് പറയണം. അതേസമയം ടീച്ചറോട് ഇങ്ങനെ പറയണം, ഞാൻ വന്ന കാര്യം, ഞാനിങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്, ബാർ അസോസിയേഷൻ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്നുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടീച്ചറുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്, ടീച്ചറുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. അതെന്തായാലും നന്നായി, മോളെന്തായാലും ജയിക്കും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ജെകെയോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ജെകെ എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ഇപ്പോഴാണെങ്കിൽ ഒരേ വിഷയമുള്ളൂ, ഇവരുടെ സ്ഥാനാർത്ഥി വിഷയം മാത്രം. എല്ലാവരും ഓരോ പ്രചരണത്തിൽ തുടങ്ങി, ദീപ്തിയും അങ്ങനെ ഒരുപാട് വക്കീലന്മാരും എല്ലാവരും കേട്ടോ. ജഗദീഷും വിജയശങ്കർ ആണെങ്കിൽ ഒന്നും അനങ്ങിയിട്ടുമില്ല. ജഗദീഷിന് അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. വിജയശങ്കറാണെങ്കിൽ ഒന്നും അനങ്ങിയിട്ടുമില്ല. അതേസമയം ജഗദീഷ് അർച്ചനയുടെ പോസ്റ്റർ കീറാൻ പോവുകയാണ് കേട്ടോ. അത് കണ്ടിട്ട് ദീപ്തി അങ്ങോട്ടേക്ക് പോവുകയാണ്. നിങ്ങളിത് കീറി പറഞ്ഞാൽ ഞാൻ വിജയശങ്കറിൻ്റെയും കീറും എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ വാക്ക് തർക്കമാവുകയാണ് കേട്ടോ. അതേസമയം അർച്ചന അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, എന്താ അത് പരിപാടി, നിങ്ങളെൻ്റെ പോസ്റ്റ് കീറുകയാണോ? അപ്പം എന്തായാലും വിജയം എനിക്ക് ഉറപ്പായല്ലോ എന്നിങ്ങനെ പറയണം. അതിനുശേഷം അർച്ചന ജഗദീഷ് വക്കീലിനോട് സംസാരിക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി, വിജയം എനിക്ക് ഉറപ്പായി എന്നുള്ളത്, പേടിച്ചിട്ട് ഭീരുക്കളാണല്ലോ ഇത് ചെയ്യുക എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം അമ്പാട്ടി വീട്ടിൽ മഞ്ജുവും രമ്യയും രുക്കും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രമ്യ പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി വിജയിക്കും, അത് ഉറപ്പായ കാര്യമാണ് എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ്, അയ്യോ അതെന്തായാലും ഉണ്ടാവില്ല പറയുമ്പോൾ രുക്ക് പറയും, എന്തായാലും ശരി, എൻ്റെ ഏട്ടൻ തന്നെയായിരിക്കും വിജയിക്കുക എന്നിങ്ങനെ പറയും. അതേസമയം ആര്യ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, ആരുമല്ല, എൻ്റെ അമ്മ തന്നെയാണ് വിജയിക്കുക, എൻ്റെ അമ്മയ്ക്ക് ആര് മത്സരിച്ചാൽ എന്താ, നിൻ്റെ അച്ഛനും അമ്മയല്ലേ മത്സരിക്കുന്നത് എന്നിങ്ങനെ മഞ്ജു പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എന്തായാലും ശരി, എൻ്റെ അമ്മ തന്നെ ജയിക്കുള്ളൂ എന്ന്. അതേപോലെ തന്നെ രമ്യയും പറയുന്നുണ്ട് കേട്ടോ, ചേച്ചിക്കാണ് കൂടുതൽ സ്വാധീനം, ചേച്ചി തന്നെ ജയിക്കുള്ളൂ എന്ന് പറയണം കേട്ടോ. അതേസമയം വിജയശങ്കർ ജഗദീഷുമൊക്കെ കൂടി പറയണേ, എന്തായാലും ശരി, ഒരു ബോംബുണ്ട്, ആ ബോംബ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അവളുടെ കഴിഞ്ഞു, അവൾ ഒരിക്കലും ജയിക്കരുത്, അതിന് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ എൻ്റെ അടുത്തുണ്ട് എന്നിങ്ങനെ പറയണം. പിന്നീട് അവർ തമ്മിൽ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കണില്ല, അവരെന്തൊക്കെയോ സംസാരിക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചന എവിടേക്കോ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. മഞ്ജു പറയണേ, എവിടേക്കാണ് പോകാൻ ഒരുങ്ങുകയാണ്, എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ലല്ലോ. പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ എറണാകുളം പോവുകയാണെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണല്ലോ പറയുക എന്നിങ്ങനെ പറയും. അതേസമയം രമ്യ പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് ചോദിച്ചുകൂടെ, അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയുമല്ലോ എന്ന് പറയും. ഞാനിനി ചോദിക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അതിൽ ജെകെയുടെ അമ്മ വരികയാണ്. ടീച്ചറെ കണ്ടപ്പോൾ, ടീച്ചർ വന്നല്ലോ പറയും. ഇവർ 3 പേര് അവിടെ നിൽക്കുകയായിരിക്കും കേട്ടോ. അതേസമയം ടീച്ചർ എല്ലാവരോടും വിശേഷം ചോദിക്കുകയാണ് കേട്ടോ. മഞ്ജുവിനോടും അതേപോലെ തന്നെ രുക്കുവിനോടും രമ്യയോടൊക്കെ ചോദിക്കണം കേട്ടോ. അതിനുശേഷം എന്താ രുക്കുനൊരു വിഷമം പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഇവരെന്താ എന്നോടിങ്ങനെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണോ ചോദിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ ടീച്ചർ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്കുനും മഞ്ജുനും തോന്നും, ഇതെന്നെക്കുറിച്ച് മാത്രമാണോ പറഞ്ഞത് എന്നിങ്ങനെ തോന്നുകയാണ് കേട്ടോ. അതേസമയം അർച്ചന പുറപ്പെട്ടിട്ട് വരികയാണ് കേട്ടോ. എന്നാൽ ശരി വരൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എവിടേക്കാണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അർച്ചന ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഡോറിൻ്റെ അവിടെ എത്തിയതും ടീച്ചറോട് പറയുകയാണ് കേട്ടോ. ടീച്ചർ പറയും, ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്, വണ്ടിയിൽ വേണ്ട, സ്കൂട്ടി എടുക്കണ്ട എന്നിങ്ങനെ പറയും. എന്താ അത് എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, അവിടെ ജെകെയൊന്നും ഇല്ല, അവിടെ പാപ്പച്ചനും ഇല്ല, അപ്പോൾ എന്തായാലും ശരി, ഞാൻ ഓട്ടോറിക്ഷയിലാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് അവർ ഓട്ടോറിക്ഷയിലേക്ക് പോവുകയാണ്. അതേസമയം മഞ്ജു പറയും, ഇവരിവിടെ എന്താ ഡോറിൻ്റെ അവിടെ നിന്ന് കുശി സംസാരിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രമ്യ പറയും, എന്നാൽ അത് ചോദിച്ചൂടെ, എന്തിനൊരു സംശയമാണ് എന്ന് പറഞ്ഞതിന് ശേഷം രമ്യ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അതിനുശേഷം രുക്ക് പറയും, ഇവർ തമ്മിൽ എന്തോ ഒരു
ഇതുണ്ട്, ജെ കെ ആയിട്ട് എന്തോ പ്രശ്നമുണ്ട്, എന്തായാലും ശരി അത് കണ്ടുപിടിക്കണം എന്ന് പറയാൻ. എന്ത് കണ്ടുപിടിക്കാനാ, അതിന് ഒരു തെളിവും ഇല്ലല്ലോ എന്ന് രുക്ക് പറയുന്നത് കേട്ടോ. അതേസമയം മഞ്ജു പറയുന്നുണ്ട് തെളിവൊക്കെ നമുക്ക് വരും രുക്കു, നമ്മുടെ കയ്യിൽ തന്നെ വരും എന്നിങ്ങനെ പറയുന്നു. പിന്നീട് അർച്ചനയും ടീച്ചറും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ. രണ്ടുപേരും ഒരേ പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നൊരു വിശേഷമുണ്ട് പറഞ്ഞത്. എന്താണ് എന്ന് ചോദിക്കും. ഇന്നേ ജയൻമോൻ്റെ പിറന്നാളാണ് എന്ന് പറയും. ആഹാ, എന്നിട്ടാണോ പാലക്കാട്ടേക്ക് പോയിരിക്കുന്നത് ചോദിക്കും. അവൻ അങ്ങനെയൊന്നുമില്ല, പിറന്നാളിനൊന്നുമില്ല, ഈ അമ്പലത്തിൽ വന്നിട്ട് മോനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ടീച്ചർ പറയും അത് ശരിയാണ്, ഞാൻ അവന് വേണ്ടിയിട്ട് അവിടെയും പ്രാർത്ഥിക്കാറുണ്ട് പറയും. ഓഹോ, രണ്ടുപേരും അവിടെയും ഇവിടെയും നിന്ന് പ്രാർത്ഥിക്കും, നിങ്ങൾ രണ്ടുപേരും നല്ല ബോണ്ടാണല്ലോ എന്നിങ്ങനെ അർച്ചന മനസ്സിൽ ചിന്തിക്കുകയാണ്.